നമസ്കാരം. ഖത്തറും ഈജിപ്തും യുഎസും നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ഗാസയിൽ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ്. ഇതിനോടൊപ്പം തന്നെ തടവിലായിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുവാനും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ബന്ദികളുടെ മോചനം കൂട്ടത്തോടെയല്ല, മറിച്ച് ഘട്ടം ഘട്ടമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ഇതോടെ ധാരണയായത്. ഖത്തറും ഈജിപ്തും യുഎസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഈ ഫലം കണ്ടത്. ഏറെ കാലത്തിനു ശേഷമാണ് ഗാസയിൽ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ വരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ഗാസയിൽ സംഘർഷത്തിന് തുടക്കമിട്ടത്. ഇതിന് താൽക്കാലിക പരിഹാരമായിട്ടാണ് വെടിനിർത്തൽ വരുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് നിലവിൽ ധാരണയായത്. ഇസ്രയേലിൽ നിന്നുമുള്ള ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് വിവരം. ഗാസ മുഴുവനായും പിടിച്ചടക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം ഒരു ഭാഗത്ത് നടന്നു വരുന്നതിനിടെയാണ് മറ്റൊരു ഉപാധികൾക്കും നിൽക്കാതെ ഹമാസിന്റെ ധാരണ. എന്നാൽ ഇസ്രയേൽ ഇതുവരെയും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പലസ്തീൻ പൗരന്മാരെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കാൻ ഇസ്രയേൽ ചർച്ച തുടങ്ങിയെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇസ്രയേലി മാധ്യമങ്ങളാണ് വാർത്ത പുറത്തുവിട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പുതിയ മാനം നൽകുന്നതാണ് ഈ നീക്കം. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരാണ് സുഡാൻ ഭരണകൂടവുമായി ചർച്ചകൾ തുടങ്ങിയത്. 8 ലക്ഷം പലസ്തീനുകളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സുഡാൻ സർക്കാരിൻ്റെത് അനുകൂല പ്രതികരണമാണ്. പലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണ് ഇതെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ആഭ്യന്തര യുദ്ധവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര സഹായം ഏറെ ആവശ്യമുള്ള ഒരു രാജ്യമാണ്. അതിനാൽ ഗാസക്കാരെ സ്വീകരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നും ദക്ഷിണ സുഡാൻ സർക്കാർ കരുതുന്നുണ്ട്. എന്നാൽ ഈ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും അറബ് ലീഗും ശക്തമായി എതിർക്കും. നിർബന്ധിത പലായനം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. അതേസമയം പലസ്തീൻ നേതാക്കൾ ഈ വാർത്തകളെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഗാസയിലെ ജനങ്ങളെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുക എന്ന ആശയം അംഗീകരിക്കാനാവില്ല എന്നാണ് അറബ് ലോക നേതാക്കൾ വ്യക്തമാക്കുന്നത്. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തപ്പോൾ അത് മറ്റൊരു ദുരന്തമാവുകയാണ് ചെയ്തതെന്നും അവർ പറയുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം വാർത്തകളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന നിലവിലെ വിവരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച